അല്ലെ. ഒന്ന് ലൂണാർ, ഒന്ന് സോലാർ. അപ്പൊ സോലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ലൂണാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ എന്ത് കളറാണ് ഫോളോ ചെയ്യുന്നത്? സോളാർ കളറാണ് അല്ലെ. ഇപ്പൊ എത്ര ദിവസമാണ് ഉള്ളത്? 365 അല്ലെ. അപ്പോ ലൂണാർ കലണ്ടറിൽ 354 ദിവസങ്ങളേ ഉള്ളൂ. അതായത് ആരാണ് ലൂണാർ കലണ്ടർ ഫോളോ ചെയ്യുന്നത്? ചാന്ദ്ര കലണ്ടർ നമുക്കറിയാം ആരാണ്. അപ്പൊ അവരുടെ പെരുന്നാൾ എല്ലാ പ്രാവശ്യം നമ്മള് ഇംഗ്ലീഷ് മാസത്തിൽ കറക്റ്റ് ആയിരിക്കില്ല, ഇത്തിരി കയറി വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാ നമ്മുടെ ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളും ഈ ചാന്ദ്ര സൗര കലണ്ടറുകളെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അധിക മാസം വെക്കാറുണ്ട്, പല അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളുടെ സംസ്കൃതി പ്രകാരമുള്ളതാണ് പുരുഷോത്തമ മാസം. അപ്പൊ ഒരു വർഷം 11 ദിവസം എന്ന് വെച്ചാൽ 3 വർഷം അവധി 1 മാസത്തിലധികം ആയില്ലേ. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ പുരുഷോത്തമ മാസം വരുന്നത്. ഈ പുരുഷോത്തമ മാസത്തിന് അന്ന് ആ പേരില്ലായിരുന്നു, മലമാസം എന്നാണ് വിളിച്ചത്. മലം എന്ന് വെച്ചാൽ എന്താണ്? തൊടാൻ പാടില്ല അല്ലേ. അപ്പൊ എന്താ വെച്ചാൽ ഒരു തരത്തിലുള്ള ഓസ്പീഷ്യസ് ആക്ടിവിറ്റീസ്, ഒരു തരത്തിലുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്കും പൂജാദികളാവട്ടെ ആചാരങ്ങളാവട്ടെ ഒന്നിനും ഈ മാസത്തെ ഉപയോഗിച്ചിരുന്നില്ല. അപ്പൊ എന്താണ് നമ്മുടെ സംസ്കാര പ്രകാരം എന്താണ് എല്ലാ വ്യക്തിത്വങ്ങളാണ് അല്ലെ. സൂര്യൻ നമ്മൾ കാണുന്നു, നമുക്കറിയാം അതിനൊരു സൂര്യദേവനുണ്ടെന്ന് അറിയാം അല്ലെ. വായു നമ്മൾ ഫീൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് വായുദേവനാണെന്ന് നമുക്കറിയാം. അഗ്നിദേവനാണെന്ന് അറിയാം. അപ്പൊ അതുപോലെ എന്താണ് നമ്മുടെ ഗംഗാ നദിയിലാണ് എല്ലാവരും കാണുന്നത്, പക്ഷെ നമ്മൾ ഗംഗാദേവി ആയിട്ടാണ് കാണുന്നത് അല്ലെ. നക്രവാഹിനി മുതലയുടെ മുകളിൽ നിന്നാണ് ഗംഗാദേവി വരിക. അപ്പൊ അങ്ങനെ ഈ മലമാസം ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ആ മാസം വന്ന് നാരായണന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭഗവാനെ എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണർത്തിക്കാനുണ്ട്. കാരണം ബാക്കി എല്ലാ മാസങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കാണും അല്ലെ. ദാമോദര മാസം, ചൈത്രമാസം, ഈ വൈശാഖ മാസം എല്ലാത്തിനും എത്ര മഹത്വങ്ങളുണ്ട്. എന്നെ മാത്രം മഹത്വമൊന്നും ഇല്ലെങ്കിലും വേണ്ട, എന്നെ എല്ലാവരും പഠിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള മാസം വന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിത് താങ്ങാനാവുന്നില്ല ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന് മുന്നിൽ വിലപിച്ചുകൊണ്ട് മൊഹാലസ്യപ്പെട്ട് വീഴുന്ന പറയുന്നത് ആ മാസം. അപ്പൊ നാരായണൻ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഭഗവതി വിഷമിക്കേണ്ട, എല്ലാ വിഷമങ്ങൾക്കും എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പരിഹരിക്കാനാവുന്ന ആർക്കാണ്? ഭഗവാൻ. അദ്ദേഹം പറയുന്നത്, നാരായണൻ പറഞ്ഞത് ശ്രീകൃഷ്ണ ഭഗവാനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണ് സാധിക്കുക. അതുകൊണ്ട് എന്റെ കൂടെ വരൂ എന്ന് പറയാം. മൊഹാലസ്യപ്പെട്ടപ്പോൾ ഗരുഡനോട് പറഞ്ഞു, വീശി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഗരുഡ വീശിയെല്ലാം കൊടുത്ത് ഉടനെ എണീപ്പിച്ചിട്ട് എന്നിട്ട് വരൂ നമുക്ക് ഗോലോകവൃന്ദാവനത്തിലേക്ക് പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നാരായണൻ ഈ മാസത്തിനെയും കൊണ്ട് അധിക മാസത്തിനെയും കൊണ്ട് നേരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക്. അവിടെ ഗോലോകവൃന്ദാവൻ എത്തുമ്പോഴത്തേക്ക് എന്താണ് പ്രഭാപൂരം, എഫൾജൻസ്. നമ്മൾ ഈശോമനുഷ്യത്തിൽ ഭക്തിശാസ്ത്രി ഭക്തിസ്റ്റുഡൻസ് എല്ലാം ഉണ്ട് ഇവിടെ അല്ലേ. അപ്പൊ തത്വം ഭൂഷൺ അപാവൃണു എന്ന് പറയുന്നില്ല. അതായത് ഈ പ്രഭാപൂരം മാറ്റിത്തരൂ ഭഗവാനെ, ഞാൻ അങ്ങനെ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ആ ബ്രഹ്മജ്യോതിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ പ്രാർത്ഥന ആ പ്രഭാപൂരം കണ്ടിട്ട് കണ്ണടച്ചു പോയി ആ മാസം. അപ്പൊ നാരായണനെ മനസ്സിലാക്കി. അദ്ദേഹം ഭഗവാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ മാസത്തിനെ പിന്നോട്ടാക്കി അദ്ദേഹം മുന്നിൽ നിന്നു. അങ്ങനെ നേരെ അകത്തേക്ക് പ്രവേശിച്ചു. അങ്ങനെ പ്രവേശന ദ്വാരങ്ങളെല്ലാം കടന്ന് നേരെ അകത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ നാരായണ സ്വാമി പ്രണമിച്ചു. എന്നിട്ട് അവർ എല്ലാവർക്കും ഉചിത സ്ഥാനങ്ങളെല്ലാം കൊടുത്ത് അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഈ വ്യക്തിത്വം എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, വിലപിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് അധികമാസമാണ്, ഇങ്ങനെ പല സങ്കടങ്ങളുണ്ട്. നാരായണൻ മലമാസം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപടി ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇവിടെ ഗോലോകത്തിൽ വന്ന് കരയേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാ സങ്കടങ്ങളും ഞാൻ മാറ്റിക്കോളാം. ഞാൻ ഭഗവതിയുടെ വിഷാദം മനസ്സിലാക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുകയാണ്. അതായത് എൻ്റെ ഐശ്വര്യങ്ങളെല്ലാം ഭഗവതിക്കുമുണ്ടാവും, എല്ലാ ഐശ്വര്യങ്ങളും. അതായത് എൻ്റെ ഗുണങ്ങളും ഭഗവതിക്കുണ്ടാവും. എൻ്റെ പേര് ഞാൻ തരുവാണ്. ഇനിമേൽ പുരുഷോത്തമ മാസം എന്നാണ് അറിയപ്പെടുക. അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തരാൻ കഴിയുമോ അത് ഭഗവതിക്കും സാധിക്കും. ഈ മാസത്തിൽ എന്തെല്ലാം തരത്തിലുള്ള വ്രത പൂജാദികൾ, ഭക്തിയുത ഭഗവത്സേവനം വിശേഷിച്ച് അത് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഈ ധാമത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് പറയാണ്. ഗോലോക വൃന്ദാവനത്തിൽ എത്താൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം അനുഗ്രഹിച്ചു. വലിയൊരു കഥയാണ്, ഞാനത് മുഴുവൻ പറയുന്നില്ല. പ്രധാനമായിട്ടും ഇങ്ങനെയാണ് പുരുഷോത്തമ മാസത്തിനെ ഭഗവാൻ അനുഗ്രഹിച്ചത്. അപ്പൊ നാരായണ സ്വാമി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഭഗവാൻ എടുത്ത് കഴിഞ്ഞാൽ എല്ലാ സങ്കടങ്ങളും മാറും, വിഷമിക്കുകയും വേണ്ട, അപ്പൊ ഇനി തൊട്ട് എല്ലാ ഭക്തർക്കും അനുഗ്രഹങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പുരുഷോത്തമ മാസം നമുക്കറിയാം, നമ്മള് ഇസ്കോണിൽ ഒരുപാട് തരത്തിലുള്ള
കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചിലർ ചൗടാഷ്ടകം പാടാറുണ്ട്, വിജയപ്രസിദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ പലരും പലതരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് അത് മാത്രമല്ല, ഭഗവാൻ ഇതുകൂടി പറഞ്ഞു, ആരാണോ ഈ മാസം വിശേഷിച്ച് ഭക്തിയുടെ സേവനം ചെയ്യാത്തത്, they will go to eternal hell, നിത്യനരകങ്ങളിൽ പതിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭക്തന്മാർക്ക് ഒരു സവിശേഷ അനുഗ്രഹമാണല്ലേ. നമ്മൾ ദിവസേന നാമം ജപിക്കുന്നുണ്ട്. ശ്രീപ്രഭാതം പറയുന്നു ഭക്തന്മാരെ സംബന്ധിച്ച് വിശേഷ ദിവസങ്ങളില്ല, എല്ലാം വിശേഷ ദിവസമാണ്. ദിവസവും നാമജപം, ഭഗവത്ഗീത, ഭാഗവതം, ഗ്രന്ഥാധ്യായനം എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒന്നും ചെയ്യണം. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്ത് ഭക്തിയോടുകൂടി ചെയ്താൽ തന്നെ ഈ പുരുഷോത്തമ മാസത്തിൽ എല്ലാ മംഗളങ്ങളും നമുക്ക്